സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് അഭിമന്യ മാർ റാഫേൽ തട്ടിൽ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതികദേഹം അടക്കം ചെയ്തിരിക്കുന്ന ആ ഒരു കല്ലറ ഇന്ന് സന്ദർശിച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി. നമുക്ക് പിതാവിൽ നിന്നും പിതാവിനുണ്ടായ ഒരു അനുഭവം നമുക്ക് ചോദിച്ച് അറിയാം. പിതാവ്, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ ഒരു കല്ലറ അങ്ങേക്ക് സന്ദർശിക്കുവാൻ സാധിച്ചു. അങ്ങേക്ക് ഇവിടെ സന്ദർശിച്ചപ്പോൾ എന്താണ് മനസ്സിലേക്ക് കടന്നു വന്ന ചിന്തകൾ? ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം കബറടക്കം ചെയ്ത കല്ലറയുടെ മുൻപിൽ ആയിരക്കണക്കിന് മനുഷ്യർ മണിക്കൂറുകൾ ക്യൂ നിന്നിട്ടാണ് എടുത്തുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം മേജർ ആർച്ച് ബിഷപ്പ് എന്ന ആ ഒരു നില പരിഗണിച്ച് വളരെ എളുപ്പത്തിൽ കടക്കാനും അവിടെ ഞാൻ ആഗ്രഹിച്ചിടത്തോളം സമയം പ്രാർത്ഥിക്കാനൊക്കെ എനിക്ക് കഴിഞ്ഞു. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ സഭയുടെ വിശുദ്ധന്മാരുടെ പട്ടികയിലേക്ക് നാമകരണം ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ അദ്ദേഹം ഒരു വിശുദ്ധനായിട്ട് ജനങ്ങളുടെ മനസ്സുകളിൽ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞു എന്നതിൻ്റെ തെളിവാണ് എനിക്കിവിടെ കാണാൻ കഴിഞ്ഞത്. എല്ലാവരും മാർപ്പാപ്പയുടെ മുൻപിൽ മുട്ടുകുത്തി അവിടെ നിയോഗങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മാർപ്പാപ്പ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥനായി കഴിഞ്ഞുവെന്ന് ജനം പ്രഖ്യാപിക്കുകയാണ്. ഇനി മാർപ്പാപ്പി വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കേണ്ട നിയമപരമായിട്ടുള്ള നടപടികൾ പൂർത്തിയാക്കാനൊക്കെ ഉണ്ടാകാം. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ പിതാവിന് വിശുദ്ധനായ ഫ്രാൻസിസ് മാർപ്പാപ്പിയായിട്ട് ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജനങ്ങളുടെ ഈ വലിയ ഒഴുക്ക് നിയന്ത്രിക്കാനായിട്ട് ഇവിടുത്തെ വത്തിക്കാനിലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് കഴിയാത്തത് കൊണ്ട് ഇറ്റാലിയൻ ഗവൺമെൻറ് നേരിട്ടാണ് അവരുടെ കരബിനിയേരി എന്ന് പറയുന്ന വലിയ സൈനിക വ്യൂഹത്തെ ഏർപ്പെടുത്തിയിട്ടാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. ജനങ്ങൾ പരിശുദ്ധ പിതാവിനെ എത്രയേറെ ഹൃദയത്തിൽ സ്വീകരിച്ചു എന്നതിൻ്റെ തെളിവിന് ഇത് വേറെ ഒന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പരിശുദ്ധ പിതാവിൻ്റെ കബറടക്ക ശുശ്രൂഷ കഴിഞ്ഞിട്ട് ദിവസങ്ങൾ കഴിയുമ്പോൾ ജനം കുറയുമെന്ന് കരുതുന്നെങ്കിൽ അങ്ങനെയല്ല കാണുന്നത്. ഓരോ ദിവസവും ജനങ്ങൾ കൂടിക്കൂടി വരികയാണ്. റോമിലേക്ക് വന്ന ജനങ്ങൾ മുഴുവൻ റോമിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ള ചരിത്രപരമായ സ്ഥലങ്ങളും പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ സന്ദർശിക്കാൻ ആഗ്രഹിച്ചാണ് വരുന്നത് എങ്കിലും ഇപ്പോൾ ജനങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കല്ലറയും അവിടുത്തെ മധ്യസ്ഥ ശക്തിയുമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്.